കൊല്ലത്ത് ഇന്നലെ നടന്ന പ്രസിഡൻസി ട്രോഫി ജലോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനെത്തിയതായിരുന്നു ശ്വേതാ മേനോൻ. കാറിൽ നിന്നിറങ്ങി വേദിയിലെത്തുന്നതുവരെയും വേദിയിൽ വെച്ചും തന്നെ പിന്തുടർന്ന ഒരു നേതാവ് അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. വലിയൊരു പരിപാടിയായതിനാലാണ് ജലോത്സവത്തിൽ അതിഥിയായി താൻ വന്നതെന്നും എന്നാൽ അവിടെ നിന്ന് കിട്ടിയ പ്രതികരണം തന്നെ മാനസികമായി ഒരുപാട് വേദനിപ്പിച്ചെന്നും സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തയായിട്ടില്ലെന്നും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും ശ്വേത മീഡിയ വണ്ണിനോട് പറഞ്ഞു. വലിയൊരു ഇവന്റ് ആണ് കേരളത്തില്. ആ ഒരു എന്താ പറയാ ആഹ്ലാദത്തോണ്ടാണ് ഞാൻ അവിടെ വന്നത്. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു പ്രതികരണം അല്ലാതെ എനിക്ക് കിട്ടിയ ഒരു ട്രീറ്റ്മെന്റ് വാസ് റിയലി ബാഡ്. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നത്. ബിക്കോസ് യുനോ നമ്മള് എന്താ പറയാ ഇന്ന് വരെ ഞാൻ ഇത്രയോ ചടങ്ങുകൾ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ സങ്കടം അല്ലാതെ വിഷമം വന്നിട്ടില്ല ഒരു ഇതിലും. ആരാണ് അപമാനിക്കാൻ ശ്രമിച്ചത് എന്ന് താൻ പറയുന്നില്ലെന്നും ദൃശ്യങ്ങളിൽ നിന്നു തന്നെ അത് വ്യക്തമാണെന്നും ശ്വേത പറഞ്ഞു. സംഭവം കൊല്ലം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും കുടുംബവുമായി സംസാരിച്ച് കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ശ്വേത പറഞ്ഞു. ശ്വേതാ മേനോനെ കൂടാതെ നടൻ കലാഭവൻ മണിയും ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അതേസമയം ചടങ്ങിൽ പങ്കെടുത്ത പീതാംബരക്കുറുപ്പ് MP-യാണ് ശ്വേതയെ അപമാനിക്കാൻ ശ്രമിച്ചതെന്നാരോപിച്ച് ഇന്നലെ രാത്രി DYFI പ്രവർത്തകർ കൊല്ലം നഗരത്തിൽ പ്രകടനം നടത്തി. നഗരത്തിലെ പീതാംബരക്കുറുപ്പിന്റെ ഫ്ലക്സ് ബോർഡുകൾ പ്രവർത്തകർ നശിപ്പിച്ചു. മീഡിയ 1 കൊല്ലം.